നാനാ തരത്തിൽ നമുക്ക് മനുഷ്യനെ വിലയിരുത്താൻ കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ചരിത്രപരമായ മനുഷ്യൻ, 65,000 കൊല്ലത്തെ ചരിത്രം, രാഷ്ട്രീയമായ മനുഷ്യൻ, കൾച്ചറൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, സാമൂഹ്യമായിട്ടുള്ള മനുഷ്യൻ, ഇങ്ങനെ പല ജാതി മനുഷ്യരുണ്ട്. നമ്മള് മനുഷ്യനെ ഇപ്പൊ നിങ്ങളൊക്കെ എന്താ പറയാ പരിണാമമൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പഠിച്ചിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. വളരെ ചുരുക്കം ആൾക്കാരെ വിശ്വസിക്കുന്നുള്ളൂ കേട്ടോ. വളരെ ചുരുക്കം ആൾക്കാരെ വിശ്വസിക്കുന്നുള്ളൂ. അതൊരുപാട് കാര്യം അങ്ങനെയാണ്. പരിണാമം മാത്രമല്ല, ഇങ്ങനൊരു നാട് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ ഒരു കാര്യമാണ്, വിശ്വസിക്കാൻ വേറൊരു കാര്യമാണ്. നിങ്ങൾ ബയോളജി പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണ്, ജീവിവർഗങ്ങൾ എങ്ങനെ ഉണ്ടായി ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എന്താ എഴുതാ? തീർച്ചയായിട്ടും പരിണാമം എഴുതും. ഏകകോശ ജീവി, മറ്റത് മറിച്ചത്, ഇങ്ങനെ പറഞ്ഞിട്ട് എഴുതും. പക്ഷെ പരീക്ഷാ ഹാളിന് വെളിയിൽ ഈ ചോദ്യം ചോദിച്ചാലോ, അപ്പൊ നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മതം പറയണതായിരിക്കും, നിങ്ങളുടെ വിശ്വാസം പറയണതായിരിക്കും, നിങ്ങളുടെ കുടുംബം എന്തൊക്കെയായിരിക്കും. ഉറപ്പായിട്ടും പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ച് A+ വാങ്ങിയിട്ടുള്ള ഉത്തരം ബഹുഭൂരിപക്ഷവും പറയില്ല. അതിന്റെ കാര്യം എത്രയേ ഉള്ളൂ, നമുക്ക് പഠിക്കാൻ ഒരു കാര്യമാണ്, വിശ്വസിക്കാൻ വേറൊരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ജീവിയൊക്കെയാണ്. പ്ലസ് നമ്മള് പരിണമിച്ചുണ്ടായ ഒരു ജീവി കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കലില്ല. ഉടൻ നമ്മൾ എന്താ പറയാച്ചാ, നമ്മുടെ നാട്ടിലേക്ക്, ലോകത്തെ തന്നെ കേട്ടോ, ഇന്ത്യയിലെ മാത്രമല്ല, വലിയ രാഷ്ട്രീയ, സാമൂഹ്യ, മത നേതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പരിണാമം ഇങ്ങനൊരു പൊട്ട സാധനമില്ല. എന്താ അത്ര പൊട്ടയാവാൻ കാരണം? ഞാൻ 70-80 വയസ്സായി. എനിക്ക് 80 വയസ്സായിട്ട് ഞാൻ ഈ കുരങ്ങിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുരങ്ങ് എവിടെയും പരിണമിച്ച് മനുഷ്യനായിട്ടില്ല. ഇന്നും നമ്മുടെ നാട്ടിൽ ആൾക്കാർ വിചാരിക്കണത് കുരങ്ങ് പരിണമിച്ച് മനുഷ്യൻ ഉണ്ടാവുന്ന പരിപാടിയുടെ പേരാണ് പരിണാമം. നമുക്കും എന്ന് വെച്ചാൽ ഈ ഹോമോസാപ്പിയൻ എന്ന ഈ ആധുനിക മനുഷ്യവംശത്തിനും മനുഷ്യർക്കും കുരങ്ങന്മാർക്കും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അപ്പറഞ്ഞതിനർത്ഥമുള്ളൂ. പരിണാമം അത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളാണ്. ഞാനിതിൽ പറയാൻ വന്നൊരു കാര്യം എന്താണ്, പരിണമിച്ചുണ്ടായതാണ്, നമ്മളത് പരിഗണിക്കലില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നോക്കൂ, നമ്മുടെ ഒരുപാട് ആളുകൾക്ക്, ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലെ കാര്യം പറയാട്ടോ, നമുക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് പഠിക്കാണ്ടല്ലോ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മകൾക്ക് ഈ പാലട ഇഷ്ടമല്ല. പാലട പ്രഥമൻ ഉണ്ടല്ലോ, അത് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മകൾക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കുറെ ആൾക്കാർ പാല് കുടിക്കുന്നില്ല, പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കണില്ല, പാലട കഴിക്കണില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ നിർബന്ധിക്കും, വെറുതെ അല്ലേ? ഇപ്പൊ അമ്മമാരൊക്കെ കഴിക്കേ, നല്ലതാണ്, കഴിക്കേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിർബന്ധിക്കും. അപ്പൊ ചിലവർ, എനിക്ക് കട്ടൻ ചായ മതി, നീ ഇത്തിരി പാലൊഴിച്ച് കഴിക്കേ, നല്ലതാണ് എന്നൊക്കെ പറയും. അപ്പൊ നമുക്കറിയുന്നില്ല ഇത്. നമുക്ക് ഇതൊരു പുതിയ കണ്ടെത്തൽ വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഈ ഭൂമിയിലെ എല്ലാ സസ്തനികളിലും, മനുഷ്യനൊഴികെയുള്ള ബാക്കി എല്ലാ സസ്തനികളും എടുക്കൂ, അവരെല്ലാം അവരുടെ അമ്മയുടെ പാല് മാത്രമേ കുടിച്ചിട്ടുള്ളൂ അല്ലെ? എല്ലാ സസ്തനികളും അങ്ങനെയുള്ളൂ. അത് എപ്പോഴേ കുടിക്കാൻ കിട്ടുള്ളൂ? കുഞ്ഞായിരിക്കുമ്പോഴേ കിട്ടുള്ളൂ. ഒരു പശുവിനും മുതിർന്നാല് അതിന്റെ അമ്മയുടെ പാല് കിട്ടില്ല കേട്ടോ. ഒരു ജീവിക്കും കിട്ടില്ല, ഒരു സസ്തനിക്കും കിട്ടില്ല, കുഞ്ഞായിരിക്കുമ്പോഴേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഭൂമിയിലെ സകലമാന ജീവികളുടെയും ശരീരപ്രകൃതം കുഞ്ഞായിരിക്കുമ്പോൾ മാത്രം പാലിനെ ദഹിപ്പിക്കാൻ കഴിവുള്ള തരത്തിൽ രൂപപ്പെട്ടതാണ്. മനുഷ്യർക്കൊരു ചേഞ്ച് വന്നു. മനുഷ്യരും അങ്ങനെ തന്നെയായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സകലമാന മനുഷ്യനും പശുവിനെ പോലെ തന്നെയായിരുന്നു. ആനയെപ്പോലെ, കടുവയെപ്പോലെ, പോത്തിനെ പോലെ തന്നെയായിരുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രാധാന്യം തങ്ങൾക്കുണ്ട് എന്ന് 50,000 വർഷം മുമ്പേ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ കരുതിയിരുന്നില്ല. അവർക്കും എന്തേ പറ്റിയിരുന്നുള്ളൂ? കുട്ടികൾക്ക് മാത്രമേ പാല് കിട്ടിയിരുന്നുള്ളൂ. അവരുടെ അമ്മയുടെ തന്നെ കിട്ടിയിരുന്നു നമുക്ക് നിശ്ചല്ല. അവർക്ക് മാത്രമേ, കുട്ടിക്ക് മാത്രമേ പാലിനെ ദഹിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്താണ് ജനിതക ശാസ്ത്രം പറയുന്നത്? ഒരു 7,000 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പില് ഒരു ജീൻ മ്യൂട്ടേഷൻ ഉണ്ടായി. ജീൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലോ? എന്താ? ഉൾപരിവർത്തനം എന്നൊക്കെയാണ് അതിന്റെ. ജനിതക ഉൾപരിവർത്തനം. അതൊരു ഭയങ്കര മനുഷ്യന് മനസ്സിലാവാത്തൊരു മലയാളമാണ്. എളുപ്പം ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയലാണ്. എന്താണ് ഈ മ്യൂട്ടേഷൻ കൊണ്ടുണ്ടായത്? ആ മ്യൂട്ടേഷൻ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പതുക്കെ വ്യാപിച്ചു.
എന്താണ് ആ മ്യൂട്ടേഷൻ കൊണ്ടുണ്ടായത്? മനുഷ്യരിൽ മുതിർന്നാലും, കുഞ്ഞായിരിക്കുമ്പല്ല, മുതിർന്നാലും പാലിനെ ദഹിപ്പിക്കാനുള്ള ഒരു ശേഷി ഈ ഉൾപരിവർത്തനം ഉണ്ടാക്കി. എന്നാൽ ഇപ്പൊ അത് കുറച്ചു കൊല്ലമായിട്ടുള്ളൂ, 10,000 വർഷമായിട്ടുള്ളൂ. ഈ ശേഷി വ്യാപകമായി എല്ലാവിടെയും സെർവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഭൂമിയിൽ എല്ലായിടത്തും സെർവ് ചെയ്യപ്പെട്ടിട്ടില്ല. നിങ്ങളിപ്പോ ഇന്ത്യയുടെ തന്നെ ഒരു ചരിത്രം എടുത്താല്, ഇന്ത്യയിൽ നിങ്ങൾ എമ്പാടും യാത്ര ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ ഈ വടക്കേ ഇന്ത്യ ഉണ്ടല്ലോ, വടക്കേ ഇന്ത്യ, പടിഞ്ഞാറേ ഇന്ത്യ, ഗുജറാത്ത്, ഹരിയാന, ഡൽഹി, ഈ ഭാഗം, ഇവിടെയൊക്കെ പാലും പാലുൽപ്പന്നങ്ങളും കൂടുതൽ കഴിക്കണവരാണ്. സ്വാഭാവികമായിട്ടും അവര് മാംസാഹാരം കുറച്ച് കഴിക്കുന്നവർ, മാംസവും മീനും ഒക്കെ അവർക്ക് കുറവാണ്. അതേസമയം നിങ്ങൾ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാല്, കിഴക്കൻ ഇന്ത്യയിലേക്ക് പോയാൽ എന്ന് വെച്ചാല് ആസാം, നാഗാലാൻഡ്, ഈ മേഖലയിലേക്കൊക്കെ പോയാല് അവര് പാലും പാലുൽപ്പന്നങ്ങളും കുറവാണ്, മുട്ടയും മാംസവും മീനും ഒക്കെ കൂടുതലാണ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഒരുപാട് കാലം കരുതിയിരുന്നത് ഈ വ്യത്യാസത്തിന് രാഷ്ട്രീയ കാരണങ്ങളാണ് ഉള്ളത് എന്നാണ്. മതത്തിന്റെ ആ കാരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും, അതൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് ശാസ്ത്രം പറയുന്നത് അത് മാത്രല്ല, ഇതിന് ജനിതകപരമായിട്ടുള്ള കാരണം കൂടിയുണ്ട് എന്നാണ്. എന്താണ് ആ കാരണം? ഞാൻ ഈ പറഞ്ഞല്ലോ, 8,000 കൊല്ലം മുമ്പ് ഈ മ്യൂട്ടേഷൻ. എന്തുകൊണ്ട് 8,000 കൊല്ലം മുമ്പ് ഉണ്ടായി? എന്താ 50,000 കൊല്ലം മുമ്പ് ഉണ്ടായില്ല? അതിനൊരു കാരണമുണ്ട്. മനുഷ്യൻ ആടുമാടുകളെ വളർത്തി ജീവിക്കാൻ തുടങ്ങിയിട്ട് 10,000 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പൊ ഇവരെ വളർത്തുമ്പോ എന്ത് സംഭവിക്കും? പാല് കിട്ടും. പാല് കിട്ടിയാലോ ആ വീട്ടിലെ മുതിർന്നവർക്കും കുടിക്കാം. മുതിർന്നവർക്കും കുടിക്കണമെങ്കിലോ ഈ പാല് മുതിർന്നവന് ഇഷ്ടാവണമെങ്കിലോ ആ മുതിർന്ന ആൾക്ക് ഇത് ദഹിക്കണം. മനുഷ്യന് എന്തില്ല? ദഹിക്കാനുള്ള ശേഷിയില്ല. ഭൂമിയിൽ ഒരു ജീവിക്കില്ല, മനുഷ്യനും അതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പാല് കിട്ടുന്നു എന്ന അനുകൂല സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി മനുഷ്യൻ എന്ന വംശത്തെ നിലനിർത്താൻ വേണ്ടി മ്യൂട്ടേഷൻ സംഭവിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ പരിണാമം കേട്ടോ. പരിണാമം വീണ്ടും ഞാൻ പറയാണ്, കുരങ്ങൻ മനുഷ്യനാവണ പരിപാടിയല്ല. പിന്നെയോ മൂർത്തമായ സാഹചര്യത്തിൽ ഒരു ജീവിവർഗത്തെ എളുപ്പത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ജനിതക മാറ്റങ്ങളുടെ കഥയാണ് വാസ്തവത്തിൽ പരിണാമം. ആ പരിണാമം ഇങ്ങനെ പരിണമിച്ചുണ്ടായതാ. അപ്പോഴോ എന്താ തെക്കേ ഇന്ത്യക്കാർക്ക് ഇത് കുറയാൻ കാരണം? എന്താ നമ്മുടെ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് പാലും പാലുൽപ്പന്നങ്ങളും മുതിർന്ന ഇഷ്ടമില്ലാത്ത അവര് കുട്ടിയാകുമ്പോൾ കുടിച്ചിട്ടുണ്ടാവും. ഒരു മ്യൂട്ടേഷൻ ഇല്ലെങ്കിലും എല്ലാ മനുഷ്യ കുഞ്ഞിനും പാൽ ഇഷ്ടാണ്. ഭൂമിയിലെ എല്ലാ മനുഷ്യ കുഞ്ഞിനും പാൽ ആരും കുടിക്കാതിരുന്നിട്ടില്ല. കാരണം എന്താ? പാല് ദഹിക്കും. ഈ മ്യൂട്ടേഷൻ പൂർത്തിയായിട്ടില്ല. ഇന്ത്യയിലെ 1/5 ജനങ്ങൾക്ക് മാത്രമേ മുതിർന്നതിന് ശേഷം പാലും പാലുൽപ്പന്നങ്ങളും ദഹിപ്പിക്കാനുള്ള കഴിവുള്ളൂ. ആ കഴിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ആളുകൾക്ക് പാലിഷ്ടമില്ലാത്തത്. ഇപ്പൊ ഞാൻ ചില ടീച്ചർമാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, കുട്ടികൾ പാല് കുടിക്കില്ല ചിലര്. നമ്മളിതൊന്നും നോക്കില്ല, നമ്മളെല്ലാവർക്കും പാല് കൊടുക്കുക. കുട്ടികൾ പാല് കുടിക്കില്ല. അപ്പൊ ഈ അവർക്ക് പാല് ഇഷ്ടമല്ല. അപ്പൊ ടീച്ചർമാർ നിർബന്ധിക്കും, കുടിക്കേ കുടിക്കേ. കുട്ടിക്ക് ഇഷ്ടമല്ലാന്ന്. ഇഷ്ടമില്ലാത്തതിന്റെ കാരണം എന്താ? കുട്ടിക്ക് ഇത് ദഹിക്കില്ല. ദഹിക്കാത്തതിന്റെ കാരണം എന്താ? ഈ മ്യൂട്ടേഷൻ വ്യാപകമായിട്ട് 58,000 കൊല്ലമായിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ 70,000, 80,000, 50,000 കൊല്ലം കഴിയുമ്പോൾ ഇത് സാർവത്രികമായേക്കാം, നമുക്കറിയില്ല. ഇന്നതായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? മനുഷ്യൻ എന്ത് ചെയ്യും? പാല് കൂടുതൽ ഉപയോഗിക്കുന്നിടത്ത് ഇറച്ചിയും മീനും കുറവ് ഉപയോഗിച്ചാൽ മതി. കാരണം ഈ മാംസ്യം അതിന്ന് കിട്ടും, പ്രോട്ടീൻ അതിന്ന് കിട്ടും. അതുകൊണ്ട് ഉത്തരേന്ത്യക്കാര് മാംസം കുറച്ചാ ഉപയോഗിക്കുന്നത്. അവർക്ക് പ്രോട്ടീൻ പാലിൽ നിന്നും പാലുൽപ്പന്നങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. കേരളത്തിലുള്ളവരും തെക്കേ ഇന്ത്യക്കാരും കിഴക്കൻ ഇന്ത്യക്കാരും മാംസം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, പാല് കുറവാണ്. ആത്യന്തികമായി നമ്മുടെ ശരീരത്തിന് പാല്, മുട്ട, മാംസം, മീൻ എന്നുള്ളതല്ല. പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ, മിനറൽസ് കിട്ടുന്നുണ്ടോ, കാൽസ്യം, ഈ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ലേ ഉള്ളൂ. ഇതിന്റെ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം അത്രയേ ഉള്ളൂ. ഈ മട്ടിൽ നമ്മൾ ഓരോന്നിനെയും സൂക്ഷ്മമായി പരിശോധിച്ചാൽ, മനസ്സിലാക്കിയാൽ, മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മട്ടിലുള്ള ജനിതകമായിട്ടുള്ള പരിവർത്തനത്തിലൂടെ കൂടി ഉണ്ടായ ഒരു ജീവിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആളുകളെ വിലയിരുത്തണം. നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ ഈ മട്ടിൽ കാണാൻ, അതൊരു രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്ലസ് ഈ പരിണാമത്തിലൂടെ രൂപപ്പെട്ട ഒരു ജീവിയാണ് എന്നൊന്ന് കരുതി നോക്കൂ. ഈ ക്ലാസ് മുറിയിൽ എമ്പാടും തുല്യത മാത്രമേ ഉണ്ടാവുള്ളൂ.